പിടിയിടി ഉണ്ടാവില്ലേ. കുറെ പേര് കുറെ പ്രാവശ്യം ചോദിക്കുന്നതാണ് കേക്കിന്റെ റെസിപ്പി എന്താ ഇടാത്തേന്ന്. നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ, 1-2 പ്ലം കേക്കിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു ക്രീം കേക്കിന്റെ, അത് മൈക്രോവേവിൽ ചെയ്യുന്ന കേക്കിന്റെ, ഒരു ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പി ഒക്കെ ഇട്ടിട്ടുണ്ട്. കുറെ പേരൊന്നും കണ്ടിട്ടില്ലേ തോന്നുന്നു, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഒരു സാധാ കേക്ക് നമുക്ക് പെട്ടെന്ന്, ഇപ്പൊ നിങ്ങൾക്ക് കുക്കറൊന്നും വേണമെന്നില്ല, ഓവനും വേണമെന്നില്ല, ഒരു മൂടിയുള്ള ഒരു പാത്രം, വീട്ടിലെ പാത്രം അതിൽ എന്തായാലും പ്രശ്നമില്ല, അതെടുക്കാം. അതിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ആദ്യത്തെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക, പിന്നത്തെ 30 മിനിറ്റ്, പിന്നീടുള്ള 30 മിനിറ്റ് കേട്ടോ, അല്ലാതെ ടോട്ടൽ 30 മിനിറ്റ് അല്ല. ആദ്യത്തെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ, പിന്നത്തെ 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ, അപ്പൊ ടോട്ടൽ 40 മിനിറ്റ് വേണം. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് വെന്തുണ്ടോ എന്നൊക്കെ ഒരു ടൂത്ത് പിക്ക് ഒക്കെ ഒന്ന് വെച്ച് കുത്തി നോക്കുക ഉള്ളിലേക്ക്. അപ്പൊ അറിയാൻ പറ്റും നമുക്ക് അത് ഒട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ഒരു 10 മിനിറ്റ് കൂടി കൂടുതൽ വേവിക്കുക. 30 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക, അതാണ് അതിന്റെ കറക്റ്റ് പരിവം. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് മറ്റൊരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കട്ടാ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമന്റ് ചെയ്യാൻ ഒന്നും മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയണ്ടല്ലോ, അപ്പൊ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് റെസിപ്പി തന്നെ ചെയ്യാൻ നോക്കാം. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ ഒരു പാൻ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ ഏതിൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ കുഴിയുള്ളൊരു പാത്രം എടുക്കുക, ഉള്ളിലൊരു മൂടിയിട്ട് കൊടുക്കുക. മറ്റേ ഉപ്പും കാര്യങ്ങളൊന്നും വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറും ഇതിനു വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്. നോൺ സ്റ്റിക്കിന് വേണമെന്ന് ഒരു നിർബന്ധമില്ല, നമ്മുടെ സാധാ പാൻ ഏതായാലും കുഴപ്പമില്ല, അലുമിനിയത്തിൻ്റെ ഇൻഡാലിയത്തിൻ്റെ ഏതും എടുക്കാം നിങ്ങൾക്ക്. എന്നിട്ട് അതൊരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. ആ നേരം കൊണ്ട് നമുക്ക് കേക്കിനുള്ള ആ കൂട്ട് തയ്യാറാക്കാം. അപ്പൊ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് 3 കോഴിമുട്ട ഞാൻ ഇതിൽ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, 3 എണ്ണം മതി കേട്ടാ. 3 കോഴിമുട്ടയിലേക്ക് 1 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ് കണ്ടോ, തരിയുള്ള പഞ്ചസാരയാണ്. 1 കപ്പ് പഞ്ചസാര. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1/4 കപ്പ് ഓയിൽ വേണം, 1/4 കപ്പ് മതി കേട്ടോ. അതായത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കരുത്, വേറെ ഏത് ഫ്ലേവേഴ്സ് ആയാലും കുഴപ്പമില്ല. വെജിറ്റബിൾ ഓയിൽ എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏതായാലും പ്രശ്നമില്ല. ഓയില് നമുക്ക് 1/4 കപ്പ്. നമുക്ക് ഇനി ഇത് നല്ല ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 2-3-4 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതിയാവും, അധികം അങ്ങോട്ട് ബീറ്റ് ആവണ്ട. ഞാൻ കാണിച്ചു തരാൻ പരുവം. ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേന് ഇതേപോലെ പത വരും. ആ നേരത്ത് നമ്മൾ ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് കേട്ടാ, 1 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. കുരു പെടരുത് കേട്ടാ. ഞാനിതിപ്പോൾ അരിച്ചിട്ട് ചേർക്കുക, അപ്പോൾ അത് നിങ്ങൾ അരിച്ച് ചേർത്തോളൂ. 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ നീര്. ഇനി നല്ലൊരു 2-3 മിനിറ്റ് നല്ലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മതി, ഇത്രയും ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് മൈദ, അതിലേക്ക് തന്നെ ഒരു 1/3 കൂടി ചേർക്കണം. ഇങ്ങനെ തല തട്ടിയിട്ട് എടുത്തോളൂ കേട്ടോ. 1 കപ്പ് പ്ലസ് 1/3 നമ്മൾ എടുക്കണം. 1/3 എന്ന് പറയുമ്പോൾ ഒരു 80 ml ഒക്കെ വരും, അത്രയാണ് വരിക. അപ്പൊ അതുകൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കേട്ടോ. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണ്. പിന്നെ ഉപ്പ് നമുക്കൊരു 1/4 ടീസ്പൂണ് ഉപ്പ് മതി കേട്ടോ, അധികം വേണ്ട. ഒരു 1/4 ടീസ്പൂണ്, അധികം ആവരുത് കേട്ടോ. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് വാനിലയുടെ ഞാൻ പൗഡറാണ് ചേർക്കുന്നത് എസൻസിന് പകരം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എസൻസ് യൂസ് ചെയ്യാം, ഞാൻ പൗഡറായിട്ടാണ് എടുക്കണത്. ഉപ്പ് നേരത്തെ ഞാൻ 1/4 ടീസ്പൂൺ എന്നാ പറഞ്ഞത് തോന്നുന്നു. 1/4 വേണ്ട കേട്ടോ, 2-3 നുള്ള് അത്രേ വേണ്ടോ. ശരിക്കും 1/4 ടീസ്പൂണ് വേണ്ട. ആ മധുരം വരുമ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് മാത്രം മതി. ഇനി പിന്നെ അത് നല്ല ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഇളക്കിയിട്ട് നല്ല അതിലേക്ക് ഘട്ടം ഘട്ടമായിട്ട്, അതായത് ഒന്നിച്ചു കൊണ്ടായി തട്ടരുത്, അരിക്കരുത്, തിരിച്ച് അരിച്ചിട്ട് ഇളക്കി യോജിപ്പിക്കുക. അത് പിന്നെ ഞാൻ എടുത്തെടുത്ത് പറയണ്ടല്ലോ, നല്ല ഇളക്കി മിക്സ് ചെയ്യുക. നല്ല ഇളക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കൂട്ടി ചേരണം, അത്രമാത്രം. അല്ലാതെ ഇട്ടിട്ട് ഓവർ ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ഇതേപോലെ കാണിക്കുന്ന പോലെ. അപ്പോൾ എന്നിട്ട് നമ്മുടെ എന്താ പറയുക, ബേക്കിംഗ് ടിന്നിൽ ഞാൻ ഒരു ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അതിൽ എന്താ പറയുക, നെയ്യോ ബട്ടറോ എണ്ണയോ എന്താണെന്ന് വെച്ചാൽ അരിയോ കൂടെ ഒന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ മിക്സ് ഞാൻ ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടിവശമൊന്നും നല്ല തട്ടി കൊടുക്കണം. ഇവിടെ വെച്ച് തട്ടി സൗണ്ട് വരും, അതുകൊണ്ട് ഞാൻ ഇത്രയും നീക്കി വെച്ചിട്ട് 2 പ്രാവശ്യം ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. അതിൻ്റെ ഉള്ളിലുള്ള ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനാ. അല്ലെങ്കിൽ ഇത് ബേക്കായി വരുന്ന നേരത്തെ ഉള്ളിലൊരു ഹോള് പോലെ ഇരിക്കും, മറ്റേ ഗുഹ പോലെ വരും ഇതിൻ്റെ ഉള്ളിലേക്ക്. എന്നിട്ട് അടിയിൽ മുകൾ വശം ഇങ്ങനെ വീർത്തു നിൽക്കും. അതിനിട്ട് തണുത്ത് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് താഴും ചെയ്യും, അങ്ങനെ പ്രശ്നം വരും. അപ്പോൾ അധികം ഇട്ടിട്ട് കൊട്ടണ്ട കേട്ടോ, 2 പ്രാവശ്യം ഇട്ടിട്ട് തട്ടിയാൽ മതി. കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഇപ്പോൾ ഇവിടെ കുട്ടി കഴിഞ്ഞ സൗണ്ട് വരും, അതുകൊണ്ടാണ് ഞാൻ കൊട്ടാത്തത്. ഞാൻ നീക്കി വെച്ചിട്ട് കൊട്ടും ഞാൻ. ഇപ്പം നമ്മുടെ
കേക്ക് ബേക്ക് ചെയ്യാനുള്ള ആ ഒരു ഇത് നമ്മുടെ പാൻ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ, കൈ പൊള്ളരുത് കേട്ടോ, കൈ അരികിലെങ്ങാനും കൊണ്ട തൊലി വരെ പോകും അതുമ്പോൾ പറ്റി പിടിച്ചിട്ട്. അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി ഇത് മൂടി വയ്ക്കുക. മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒരു ഇത്തിരി കൂട്ടി കൊടുക്കണം, മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കണം. ഹൈ ആവാനും പാടില്ല, എന്നാൽ തീരെ കുറയാനും പാടില്ല. അതായത് മീഡിയം ടു ഹൈയിൽ വെക്കണം. ഒരു 10 മിനിറ്റ് മറക്കരുത്, 10 മിനിറ്റ്. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഏറ്റവും ലോവിലേക്ക് ആക്കിയിട്ട് ഒരു 30 മിനിറ്റ് നമുക്കത് ബേക്ക് ചെയ്തെടുക്കണം. കണ്ട, ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഞാനിത് ഈ ഒരു ഫ്ലെയിമിലാണ് വെച്ചേക്കണേ കേട്ടോ, മീഡിയം ടു ഹൈ. എന്നാൽ തീരെ കൂട്ടി വെക്കാനും പാടില്ല, നല്ലോണം കൂട്ടി വെക്കാനും പാടില്ല, തീരെ കുറയാനും പാടില്ല. ഈ ഒരു ലെവലിൽ ഇരിക്കണം ആദ്യത്തെ ഒരു 10 മിനിറ്റ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ തീരെ ഈ ഒരു പരുവത്തിലാക്കി കുറയ്ക്കുക കേട്ടോ. ഇങ്ങനെ ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ അവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അവിടെ ഇരിക്കട്ടെ കേട്ടോ പാത്രം. ഇടയിൽ പോയിട്ട് തുറന്ന് നോക്കരുത്, അപ്പോൾ വീർത്തത് പെട്ടെന്ന് തന്നെ താന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഇടയിൽ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത് കേട്ടോ. അത് അതേപടി അവിടെ ഇരുന്നോട്ടെ. നമ്മുടെ ആ ഒരു ഇത്തിരി ആകാംക്ഷ കൂടുതലാണ് എന്നുള്ള കൂട്ടത്തിലുള്ളവർക്ക് അങ്ങനെ പറ്റും. എനിക്ക് ഇടയ്ക്ക് അങ്ങനെ പറ്റാറുണ്ട്. ആകാംക്ഷ കൂട്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കും. ആ പരിപാടി ചെയ്യരുത് കേട്ടോ. അപ്പം നമ്മുടെ കേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടാണ്. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഞാൻ മൂടി വെച്ചു. അങ്ങനെ ടോട്ടൽ ഒരു 35 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്, 30 മിനിറ്റ് അല്ല. ഇനി നമുക്ക് നോക്കാം. കണ്ടോ, സെറ്റായി വീർത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കൈ പൊള്ളാതെ ഇതിനെടുത്ത് മാറ്റാം കേട്ടോ. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം ചൂടാറുമ്പോൾ മുറിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ചായ കുടിക്കാനാണെങ്കിലും നിങ്ങൾക്ക് ഇത് എടുക്കാം ചായക്കടിയായിട്ട്. ഞാനിപ്പോൾ ചായക്കടിയായിട്ടല്ല എടുക്കണത്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഒരു കത്തി വെച്ചിട്ട് അതിൻ്റെ നടു ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ക്രീം തയ്യാറാക്കണം. അതിന് വേണ്ടി വിപ്പിംഗ് ക്രീം ഞാനൊരു 1.5 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിൽ ഓൾറെഡി മധുരം ഉള്ളതാണ്, അപ്പോൾ പിന്നെ ഞാൻ എക്സ്ട്രാ പഞ്ചസാരയും ചേർത്തിട്ടില്ല. ഇനി ഇത്തിരി മധുരം കുറഞ്ഞാലും കുഴപ്പമില്ല, നമ്മുടെ വീട്ടാവശ്യത്തിന് ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം മധുരം ചേർത്തിട്ടില്ല. ഈ ഒരു പരുവത്തിന് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ഇതേപോലെ ഇരിക്കണം. ഇനി നിങ്ങൾക്കൊരു ഐഡിയ പറഞ്ഞുതരാം. നമ്മുടെ കേക്കിന്റെ ആ ടേബിൾ ഉണ്ടല്ലോ അങ്ങനെ തിരിക്കാനുള്ളത്, അതില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സൂത്രം ചെയ്ത് നോക്കട്ടോ. അടിയിൽ ഒരു പാത്രം വെച്ചിട്ട് മീതൊരു കിണ്ണം കൗത്തിയിടുക. എന്നിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റപ്പ് ആയിട്ട് കിട്ടും. എൻ്റെ കയ്യിൽ ടേൺ ടേബിൾ ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് എന്താണ്, ഇതുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്ത് നോക്കിട്ടോ. അപ്പൊ ഇതേ പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ കേക്ക് ഒന്ന് നല്ല വെറ്റായി വന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതൊക്കെ എല്ലാവർക്കും അറിയണതല്ലേ, അതുകൊണ്ട് ഞാൻ ഇത് എടുത്തെടുത്ത് പറയണില്ല കേട്ടോ വീണ്ടും വീണ്ടും. ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീമിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. ഇതിപ്പോൾ കുറേ ആൾക്കാർ, നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർ ചെയ്യണത് നമ്മുടെ യൂട്യൂബിലുണ്ട്. അപ്പം ഞാൻ വെറുതെ ഇത് നിന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ വേണ്ടാച്ചത്. നമ്മുടെ അരിയൊക്കെ സ്മൂത്താക്കി കൊടുക്കുക, ടോപ്പിലും അതേ സ്മൂത്താക്കി കൊടുക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയണതല്ലേ, അതൊന്നും എടുത്തെടുത്ത് കാണിക്കണില്ല. അതിനുശേഷം ഞാൻ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് ഞാൻ അതിൻ്റെ മീതെ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഇട്ടിട്ട് ഭംഗിയാക്കാന്ന് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു വേണ്ട, ഇപ്പൊ വീട്ടിലും അങ്ങനെ ഒരു അഭിപ്രായം വേണ്ടാന്നായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണിച്ചു തരുമ്പോൾ ഒരു ഭംഗി വേണ്ടേന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് അതിന്റെ മീതെ 1-2 എന്താ പറയാ ബീട്രൂട്ടിന്റെ കളറാണ്. ഞങ്ങളുടെ ഡ്രസ്സ് ബീട്രൂട്ട് കളറായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്തു, കേക്കിന്റെ കളറും അങ്ങനെയാക്കി. അപ്പൊ ഇത്രയേ ഉള്ളൂ പണി. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങളും ഇത് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം.